നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉപ്പിനെക്കുറിച്ചാണ്. നമുക്കാർക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് ഉപ്പ്. എസ്പെഷ്യലി മലയാളികൾക്ക് ഉപ്പില്ലാതുള്ള ഒരു കളിയില്ല. ഉപ്പിൻ്റെ ഗുണങ്ങൾ, ഉപ്പിൻ്റെ ദോഷങ്ങൾ, ഉപ്പ് ശരിയായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടീം ഫിറ്റ്സ്പൈറേഷൻ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. സ്റ്റേ ട്യൂൺഡ്. മനുഷ്യ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് ഉപ്പ്. പക്ഷേ അതിൻ്റെ ഉപയോഗത്തിൻ്റെ അതിര് കടന്നാൽ അനേകം ആരോഗ്യ പ്രശ്നങ്ങൾ അത് വിളിച്ചു വരുത്താം. ഉപ്പിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളെക്കുറിച്ച് അറിയേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഉപ്പിൻ്റെ ചില ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രോലൈറ്റ് ബാലൻസ്. നമ്മുടെ ശരീരം ശരിയായി പ്രവർത്തിക്കാൻ പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം, അതുപോലെ സോഡിയം, ഉപ്പ്, ഇതിൻ്റെ ആവശ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ്, മസിൽസിൻ്റെ കൺട്രാക്ഷൻ, നമ്മുടെ ബുദ്ധിയുടെ പ്രവർത്തനം, ഇവയെല്ലാം കൺട്രോൾ ചെയ്യാൻ വളരെ അനിവാര്യമായ ചില ഘടകങ്ങളാണ്. അതിലൊന്നാണ് ഉപ്പ്. ഫുഡിൻ്റെ ടേസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ ഉപ്പ് നമ്മളെ സഹായിക്കുന്നു. ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മലയാളികളായി കാണുന്ന എല്ലാവർക്കും അറിയാം, ഉപ്പില്ലെങ്കിൽ നമുക്ക് സാമ്പാറോ പുളിശ്ശേരിയോ ബാക്കിയുള്ള നമ്മുടെ നാടൻ കറികളോ എന്തായാലും ഉപ്പില്ലാതെ ഒന്നിനും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ ഉപ്പ് ഡീഹൈഡ്രേഷൻ തടയാനും സഹായകരമായ ഒരു വസ്തുവാണ്. ഉപ്പ് അഥവാ സോഡിയം എന്ന് പറയുന്നത് വെള്ളത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു ഘടകമാണ്. ശരീരത്തിൽ സോഡിയത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ഉപ്പിൻ്റെ അളവ് വളരെ കുറവാണെങ്കിൽ നമുക്ക് ഒരുപാട് വാട്ടർ ലോസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പലപ്പോഴും നമ്മളൊരു സോഡ നാരങ്ങയോ അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ അതിനകത്ത് പഞ്ചസാര ഇടുമെങ്കിലും കൂടെ ഇച്ചിരി ഉപ്പിടും. അത് ഡീഹൈഡ്രേഷനെയും നമ്മുടെ ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള സോഡിയത്തെയും റിഫ്രഷ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഉപ്പെന്ന് പറയുന്നത് ഒരു പ്രിസർവേറ്റീവായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഘടകമാണ്. പല ആഹാരങ്ങളും നമ്മൾക്ക് ഭക്ഷ്യസാധനങ്ങൾ, അതായത് കുറേ നാളുകൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും അതിനെ പ്രിസർവ് ചെയ്ത് കേടുവരാതെ സൂക്ഷിക്കാനുമുള്ള കഴിവ് ഉപ്പിനുണ്ട്. പല പതോജൻസ്, ബാക്ടീരിയാസ്, വൈറസ്, ഇവയെല്ലാം പ്രതിരോധിക്കാനുള്ള ശക്തി ഉപ്പിനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് തൊണ്ടയ്ക്കൊരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വായിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സലൈൻ വാട്ടർ അല്ലെങ്കിൽ ഉപ്പ് കൊണ്ട് ഗാർഗിൾ ചെയ്യാറുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ ഉപ്പിന് അങ്ങനെയുള്ള ചില പതോജൻസിനെ എതിർക്കുവാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇതൊക്കെയാണ് ഉപ്പിൻ്റെ ചില ഗുണങ്ങൾ. പക്ഷേ എന്തൊക്കെയാണ് ഉപ്പിൻ്റെ ദോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ, ഇതിന് കാരണമാകും. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡിൻ്റെ തിക്നെസ് കൂട്ടുകയും നമ്മുടെ ശരീരത്തിൽ വാട്ടർ റിട്ടൻഷൻ ഒരുപാടാകുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഹൈ ബ്ലഡ് പ്രഷറിന് ചാൻസ് ഉള്ള ഒരു ഘടകമാണ് ഉപ്പ് നിങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ. കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകും. അതും ഈ ബ്ലഡ് പ്രഷറുമായിട്ട് ലിങ്ക്ഡാണ്. നിങ്ങളുടെ ബ്ലഡിൻ്റെ പ്രഷർ ഹൈ ആണെങ്കിൽ നിങ്ങളുടെ കിഡ്നിയെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാധിക്കുകയും പലതരമായ കിഡ്നിയുടെ രോഗങ്ങൾ വരുവാനുള്ള ചാൻസ് നിങ്ങൾക്ക് കൂടുതലാണ്. അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം ഹൃദ്രോഗത്തിനും കാരണമാകുന്ന ഒരു കാര്യമാണ്. ഇഡീമ അല്ലെങ്കിൽ വാട്ടർ റിറ്റൻഷൻ, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് നീര് കെട്ടിക്കിടക്കുക, വെള്ളം കെട്ടിക്കിടക്കുക, ഇത് ഉപ്പിൻ്റെ അമിതമായ ഉപയോഗം മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഉപ്പിൻ്റെ ചില ദോഷവശങ്ങൾ നമ്മൾ കേട്ടുവല്ലോ. പിന്നെ എങ്ങനെയാണ് ശരിക്കും ഉപ്പ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. ഡെയിലി സോൾട്ട് ഇൻടേക്ക് നിങ്ങൾ ലിമിറ്റ് ചെയ്യുക. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞതനുസരിച്ച് ഒരു പ്രായപൂർത്തിയായ വ്യക്തിക്ക് 5 ഗ്രാം അല്ലെങ്കിൽ 1 ടീസ്പൂൺ ഉപ്പിൻ്റെ ആവശ്യമേ ഡെയിലി വരുന്നുള്ളൂ. പലപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന കറികൾ അല്ലെങ്കിൽ ആഹാര വസ്തുക്കൾ, ഇതിലെല്ലാം ഉപ്പ് കുറവാണ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് അതിൽ വീണ്ടും ചേർക്കാറുണ്ട്. ഇത് നല്ലൊരു പ്രവൃത്തിയല്ല. ഇത് അമിതമായിട്ട് ഉപ്പ് നമ്മുടെ ശരീരത്തിന് അകത്ത് ചെല്ലുവാനുള്ള ചാൻസസ് കൂട്ടും. സോ ഡോണ്ട് ഡു ദാറ്റ്. പ്രോസസ്ഡ് ആൻഡ് പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം ഇതിലൊന്നും മെൻഷൻ ചെയ്യാട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് ഉള്ള ആ ഒരു പാക്കറ്റിൽ അതിൻ്റെ ലേബലിൽ മെൻഷൻ ചെയ്യാത്തതിൽ അധികമായിട്ടുള്ള ഉപ്പിൻ്റെ ഉപയോഗം ഈ ഫുഡുകളിലുണ്ട്. നൂഡിൽസ്, ചിപ്സ്, പാക്കേജ്ഡ് ആയിട്ടുള്ള എന്തും സ്വാദ് കൂട്ടാനായിട്ട് അതിൽ പല കാര്യങ്ങളും അതിൻ്റെ കൂടെ അമിതമായിട്ട് ഉപ്പും ചേർക്കാറുണ്ട്. അതാരും ശ്രദ്ധിക്കുന്നില്ല അതിനെക്കുറിച്ചൊന്നും. സോ അതിൻ്റെ ഉപയോഗം നിങ്ങൾ മിതമാക്കുക. ഭയങ്കരമായിട്ട് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ, അതായത് ചെറുപ്പക്കാരിലാണ് ഞാൻ പറയുന്നത്, കാരണം അവർക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തിപരമായ ബോധമൊന്നുമില്ല. കാരണം അവർക്ക് ടേസ്റ്റിനെക്കുറിച്ചുള്ള ഒരൊറ്റ ചിന്തയുള്ളൂ, ഹെൽത്തിനെക്കുറിച്ചുള്ള ചിന്ത ഇപ്പോൾ ഒരു കുഞ്ഞിനുമില്ല. അപ്പം നിങ്ങൾ പോലും അറിയാതെ, നിങ്ങളെ അറിയിക്കാതെ
കുറേ ഉപ്പ്, കുറേ സോഡിയം നിങ്ങളുടെ ശരീരത്തിൽ ഈ വക പാക്കേജ്ഡായ അല്ലെങ്കിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ചെല്ലുന്ന ഭയങ്കരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അത് വളരെ കാരണമായിട്ടുള്ളൊരു കാരണമാണ്. സോ അത് നിങ്ങൾ നോക്കണം. ആൻഡ് പ്ലീസ് ഡു അവോയ്ഡ് ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. സാധാരണ വെള്ള ഉപ്പ് അതിനേക്കാൾ അപേക്ഷിച്ച് നിങ്ങൾ പിങ്ക് സോൾട്ട് അല്ലെങ്കിൽ റോക്ക് സോൾട്ട് കൂടുതൽ ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഇതിലെല്ലാം സോഡിയം അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡിൻ്റെ അളവ് ഏകദേശം സെയിം തന്നെയാണ്. പക്ഷെങ്കിൽ വെള്ള കളറുള്ള ഉപ്പെന്ന് പറയുന്ന കുറേ പ്രോസസ്ഡ് ആയിട്ടുള്ളതാണ്. അതിനകത്ത് സോഡിയം ക്ലോറൈഡിൻ്റെ അളവ് വളരെ കൂടുതലാണ്. പക്ഷേ ബാക്കിയുള്ള ഹിമാലയൻ സോൾട്ട് ആയിക്കോട്ടെ, റോക്ക് സോൾട്ട് ആയിക്കോട്ടെ, ഇതിലും സോഡിയം ക്ലോറൈഡ് ഉണ്ട്. പക്ഷേ പ്രോസസ്ഡ് ആയിട്ടുള്ള സോൾട്ടിനേക്കാളും ഇതിനകത്ത് സോഡിയം ക്ലോറൈഡിൻ്റെ അളവ് കുറവായിരിക്കും. കൂടാതെ ഇതിൽ ധാരാളം അനേകം മിനറൽസ് അല്ലെങ്കിൽ ലവണങ്ങളും കൂടെ കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒന്നുകൂടെ നല്ലതായ കാര്യമാണ് നിങ്ങൾ പിങ്ക് സോൾട്ടോ അല്ലെങ്കിൽ ഹിമാലയൻ സോൾട്ട് അല്ലെങ്കിൽ റോക്ക് സോൾട്ട് ഉപയോഗിക്കുന്നത്. സോ ട്രൈ ടു യൂസ് ദാറ്റ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ഉപ്പ് എങ്ങനെ ഉപയോഗിക്കണം, എന്തൊക്കെയാണ് ഉപ്പിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, ഇവയെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപ്പാളൊരു നല്ലവനാണ്, പക്ഷേ മിതമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ശത്രുവായി മാറാനും വഴിയൊരുക്കും. നമുക്ക് രുചി മാത്രമല്ല, രുചിയും ആരോഗ്യവും ഒന്നിച്ചുള്ളൊരു ബാലൻസാണ് വേണ്ടത്. സോ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും ഞാൻ നേരുന്നു. ടിൽ നെക്സ്റ്റ് ടൈം, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ഇൻസ്പയർഡ്.